തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിട്ടുള്ള നിരവധിയായ മാനിപ്പുലേഷൻസ് ഉണ്ട്. ആ മാനിപ്പുലേഷൻ സംബന്ധിച്ചുള്ള കേസ് ഇന്ന് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് പോയിക്കൊണ്ട് സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കേസ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചില സംശയങ്ങൾ, എൻ്റെ മനസ്സിലുണ്ടായ സംശയങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ചില ബൂത്തുകളിൽ 280 വോട്ടുകൾ ഒറ്റ ബൂത്തിൽ അപേക്ഷ ഒരുമിച്ച് വന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു പൂങ്കുന്നത്തെ ഒരു 30 നമ്പർ ബൂത്തിലാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ആ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ പല ഫ്ലാറ്റുകളിലും പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തിട്ടുണ്ട്, വ്യാപകമായിട്ട് വോട്ട് ചേർത്തായിട്ട് അറിയുന്നുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്ന ചോദ്യം ഒന്നും ഇപ്പോൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അവിടെ പുറത്തുനിന്ന് വോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പുറത്തു നിന്നുള്ള വോട്ടുകൾ ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ വരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ലഘൂകരിച്ച സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അന്ന് ബോധ്യപ്പെടുകയും പരാതി കൊടുക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഇലക്ഷൻ വന്നു, ഇലക്ഷനിൽ വോട്ട് കൂടുതൽ കിട്ടി, ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പരാതികളൊക്കെ തന്നെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പരസ്യമായിട്ട് ഉന്നയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ ഒരു പരാതി പരസ്യമായിട്ട് വന്നിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ആ സംശയങ്ങളെ ദൃഢപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.